സിൻഡിക്കേറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ അതിന് ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നത്. ഇപ്പോൾ അധ്യാപകരുടെ കാറ്റഗറി ഉണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് വിവിധ പ്രിൻസിപ്പൽമാരുടെ, അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ സിൻഡിക്കേറ്റിലേക്ക് നിയമിച്ച ഏതെങ്കിലും വ്യക്തിയുടെ യോഗ്യതയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ആർക്കെങ്കിലും ഉയർത്തി കാണിക്കാൻ സാധിക്കുമോ? നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ ഈ സർവകലാശാലയെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു 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 നിയമനം വരുമ്പോൾ അതിൽ താല്പര്യപ്പെടുന്ന നിരവധി ആളുകളുണ്ടാവും. മന്ത്രിമാരാവാൻ താല്പര്യപ്പെടുന്ന ആളുകൾ നിരവധി ആളുകളുണ്ടാവും, അതിനകത്ത് യോഗ്യരായിട്ടുള്ളവരുണ്ടാവും. MLA ടിക്കറ്റ് കൊടുക്കുമ്പോൾ അതിന് മത്സരിക്കാനായിട്ട് യോഗ്യതയുള്ള നിരവധി ആളുകളുണ്ടാവും. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെ പാർട്ടി സ്ഥാനമാനങ്ങൾ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ടിക്കറ്റ് കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമനങ്ങൾ നടത്തുമ്പോഴൊക്കെ ഒരു സ്ഥാനത്തേക്ക് യോഗ്യരായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടാവും. നമുക്ക് എല്ലാവരെയും പരിഗണിക്കാൻ സാധിക്കില്ല. നമ്മൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ നിയമിച്ച ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ട്, അല്ലെങ്കിൽ അവര് ക്വാളിഫൈഡ് അല്ല എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് അംഗീകരിക്കാം. പക്ഷെ യോഗ്യരായിട്ടുള്ള എല്ലാവരെയും നമുക്ക് നിയമിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കാസർഗോഡ് നിന്നും കൃത്യമായിട്ട് അതിനകത്ത് പ്രാതിനിധ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മള് സർവകലാശാല എന്ന് പറയുന്നത് മൊത്തം ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. സർവകലാശാല എന്ന് പറയുന്നത് എല്ലാ പ്രദേശത്തും അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തന മേഖല ഉള്ളതാണ്. അവിടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഒരു തീരുമാനവും ഒരു സർവകലാശാലയിലും ഇല്ല. അത് നിങ്ങൾ അതിനകത്ത് തർക്കമൊന്നും പറയണ്ട, നിങ്ങൾ ഒരു തർക്കവും പറയണ്ട. അതിനകത്ത് പാർട്ടി അല്ല, അത് ഗവൺമെന്റ് കൃത്യമായിട്ട് കൂടി ആലോചിച്ച് യോഗ്യരായിട്ടുള്ള ആളുകളെയാണ് നിയമിച്ചിരിക്കുന്നത്. അവർ കണ്ണൂരെ കാര്യം നോക്കാനും കാസർഗോട്ടെ കാര്യം നോക്കാനും വയനാട്ടെ കാര്യം നോക്കാനും ഒക്കെ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അതിനകത്ത് ആരും ആശങ്കപ്പെടേണ്ട.